നമുക്കിനി ചീര തോരൻ വെക്കാം. ഞാൻ അതിനായിട്ട് ചീരയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കടുക് താളിക്കാനായിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് ചീരയുടെ തണ്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചത് ഇല വേറെ നമുക്ക് ചീര വെക്കാം. അതുപോലെ തന്നെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയ്ക്കകത്ത് ഉള്ളി, പച്ചമുളക്, ലേശം കറിവേപ്പിലയും തേങ്ങയും കൂടെ അരച്ച് വെച്ചതാണ്. തോരനൊക്കെ വെക്കണം. കുറച്ച് മാത്രമേ മഞ്ഞൾ ഇടാവുള്ളൂ. മഞ്ഞൾ ഒത്തിരി ആയി കഴിഞ്ഞാൽ നമ്മൾ മറ്റ് ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ചീരയുടെ തണ്ട് അരിഞ്ഞു വെച്ചത് ചേർക്കാം. അതൊന്ന് വഴറ്റിയ ശേഷം ബാക്കിയുള്ള ഇല കട്ട് ചെയ്തത് ചേർക്കാം. ഇല കട്ട് ചെയ്തതിന് ശേഷം ചേർത്തതിന് ശേഷം ഒത്തിരി അങ്ങ് ഇളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചാൽ മതി. അതിന് മുകളിലേക്ക് നമുക്ക് തേങ്ങ ഒതുക്കിയത് ചേർത്ത് മൂടി വെക്കാം. വേണമെങ്കിൽ മിക്സിയുടെ ജാർ കഴുകി വളരെ കുറച്ച് വെള്ളം ചേർത്ത് കഴുകി ഇതിൻ്റെ കൂടെ ചേർക്കാം. നന്നായിട്ട് അങ്ങ് മൂടി വെക്കണമെന്നില്ല. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. വെന്തു കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണത്. നമ്മളിപ്പോഴെങ്ങും ഉപ്പ് ചേർക്കുന്നില്ല. ഏകദേശം ഒരു 90% വെന്ത് കഴിയുമ്പോഴത്തേക്കിനും ഉപ്പ് ചേർത്താൽ മതി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പ് ആദ്യമേ ചേർത്താൽ ഇലയിൽ നിന്ന് വെള്ളം ഇറങ്ങി കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് ഇലയുടെ പച്ച നിറം നിൽക്കുവാനായിട്ട് അവസാനം
ഉപ്പ് ചേർക്കുന്നതാണ് നല്ലത്. ചീര 3/4 വേവായിട്ടുണ്ട്, ഒരുമാതിരി വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉപ്പ് ചേർത്ത് ഇളക്കി ചേർത്ത ശേഷം ഇളക്കാം. പെട്ടെന്ന് തന്നെ ഇലക്കറികൾ പെട്ടെന്നാകും. തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. താങ്ക്സ് ഫോർ വാച്ചിങ്.